കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് നടത്തുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷനാണ് പറയുന്നത് കേട്ടോ. വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ആ ഒരു കൗൺസിലിംഗിൽ ചെല്ലുമ്പോൾ കാൻഡിഡേറ്റ് ഷുഡ് ബ്രിങ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് വിത്ത് ദം വൈൽ അറ്റൻഡിങ് കൗൺസിലിംഗ് ഫോർ സീക്കിംഗ് അഡ്മിഷൻ ടു ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെയാണ്: 10th 12th സർട്ടിഫിക്കറ്റ്, TC, ഇതിൻ്റെ എല്ലാം ഒറിജിനലും വേണം, 2 കോപ്പീസ് വേണം. പിന്നെ നിങ്ങൾ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയർ കഴിഞ്ഞിട്ടാണ് കിട്ടുള്ളൂ. സോ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പുകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. സോ എല്ലാത്തിൻ്റെ ഒരു കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചേക്കാം കേട്ടോ. അപ്പോൾ 10th 12th സർട്ടിഫിക്കറ്റ്, TC, CC, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രിൻ്റ് ഔട്ട് ഓഫ് റാങ്ക് സർട്ടിഫിക്കറ്റ്. ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സാധാരണ CBSE ICSE സ്റ്റുഡൻസിനാണ് ചോദിക്കാറ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ കൺഫേം ചെയ്തേക്കാം കേട്ടോ. പിന്നെ IMEയുടെ റാങ്ക് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 2 ആധാർ കാർഡ് അതിൻ്റെ കോപ്പി 2 മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇവിടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ്, അതിൻ്റെ ലിസ്റ്റ് ഇത് വെബ്സൈറ്റിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ നോട്ടിഫിക്കേഷനിലും അവർ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു ലിങ്ക്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതായത് ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് അതിൽ നിങ്ങളുടെ അടുത്ത് ആരാണോ ഉള്ളത് അതിൽ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു അപ്പോയിൻമെൻ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങുക കേട്ടോ. ഇനി ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ ഞാൻ പറയണ പോലെ പാസ്പോർട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പേപ്പർ കിട്ടൂലേ, അതായാലും മതിയാവും. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ജനിച്ചൊരു കുട്ടിയാണ് നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ അത് പറയുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള നേറ്റിവിറ്റി പ്രൂഫ് ഹാജരാക്കുക കേട്ടോ. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും റിസർവേഷൻ പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, സ്റ്റാറിട്ട് അടിയിൽ എന്തോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് OBC NCLകാർക്ക് ആ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് തന്നെ അതിൽ ഇൻകം പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും. EWSൻ്റെ സർട്ടിഫിക്കറ്റിലും ഇൻകം പറയാറുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർ അത് തന്നെ മതിയാവും. അതൊന്നും അല്ലാത്തവർ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക കേട്ടോ. അല്ല, നിങ്ങളുടെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ ഇൻകം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മതിയാവും. അതല്ല, അങ്ങനെ ഇല്ലാത്തവർ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നു. താഴെ നോക്കാം നമുക്ക് എന്താ അവരെ നോട്ടീസ് പറഞ്ഞേക്കുന്നതെന്ന് കേട്ടോ. ഇനി ഈ കാൻഡിഡേറ്റ് ജോയിൻ ക്യുസാറ്റ് ഷാൽ സൈൻ ദ ഫോളോയിങ് ഡിക്ലറേഷൻസ് കുറച്ചുണ്ട്. അതായത് ആൻറ്റി റാഗിങ് ഡിക്ലറേഷൻ, ആൻറ്റി ഡൗറി ഡിക്ലറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ സജഷൻസൊക്കെ തരും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇവിടെ ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. 2024 ഈ വർഷത്തെ ഫീസ് സ്ട്രക്ചർ ലിങ്ക് ഉണ്ട്, അവൈലബിൾ ആണ്, നിങ്ങൾക്കത് നോക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ കാര്യമാണ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് റിസർവേഷൻ കാറ്റഗറി. ഓക്കെ, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആ ഒരു റിസർവേഷൻ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ professionally administrative program if they are not possession to valid passport, however they will have to submit the same before. അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ടും ഇല്ല, പാസ്പോർട്ട് അല്ലെങ്കിൽ എടുത്തിട്ടുമില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിലും പോലും നിങ്ങൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് പാസ്പോർട്ട് ഹാജരാക്കാനാണ് പറയുന്നത് കേട്ടോ. ഇനി കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു റെമിറ്റ് ദ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് ആസ് ഫുൾ ടൈം അഡ്മിഷൻ, നീഡ് ടു പേ അഡ്മിഷൻ PTA, അങ്ങനെ കുറച്ച് ഫീസും കൂടി ഉണ്ടാവും. അതൊക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ്റെ സമയത്ത് ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് കൊടുക്കണം. മാത്രമല്ല കുറച്ച് അഡീഷണൽ PTA, അങ്ങനെ ക്യൂസാറ്റ് അലുമിനി, അങ്ങനെ കുറച്ച് ഫീസുകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അഡ്മിഷൻ്റെ സമയത്ത് കൊടുക്കണം കേട്ടോ. ഇനി അവരുടെ ഷെഡ്യൂളാണ് പറഞ്ഞേക്കുന്നത്. നമ്മളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 29-ാം തീയതി വരും. 1-ാം തീയതിയാണ് കൗൺസിലിങ്ങിന് റിപ്പോർട്ട് ചെല്ലേണ്ടത്. നമ്മുടെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്കൊക്കെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വെബ്സൈറ്റിലും പിന്നെ നിങ്ങൾക്ക് മെയിലിലും പ്രൊഫൈലിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. 1-ാം തീയതിയാണ് നിലവിൽ പറഞ്ഞേക്കുന്ന ഡേറ്റ് കേട്ടോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക്. ഇനി 3-ാം തീയതി ലാസ്റ്റ് ഡേ ഓഫ് ഫീ പേയ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പോൾ അതായത് 1-ാം തീയതി അലോട്ട്മെൻറ്റ് 29-ാം തീയതി അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ് ഈ പേയ്മെൻറ്റൊക്കെ ചെയ്യാനുള്ള സമയം തരുന്നത്. പക്ഷേ നിങ്ങൾ പ്രൊഫൈൽ നോക്കുക, ഡേറ്റ് എന്നാണ്, ടൈം എപ്പോഴാണ് നിങ്ങളോട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് ചെല്ലാൻ പറഞ്ഞേക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് ആ ടൈമിൽ ചെല്ലാം കേട്ടോ. ഇനി 5-ാം തീയതിയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അങ്ങനെയുള്ളവർക്ക് 8-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സമയം പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, ഈ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിലും അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിലോ മെയിലിലോ വന്നേക്കുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റിലോ വന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ.
18-ാം തീയതി സ്പോട്ട് അഡ്മിഷനാണ്. 24-ാം തീയതി സെക്കൻഡ് സ്പോട്ട് നടത്തും. 30-ാം തീയതി ക്ലാസ്സുകൾ തുടങ്ങും ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അവർ സ്റ്റാറിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം ഒരുപക്ഷെ ഡേറ്റുകൾ വ്യത്യാസം വരാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ, വെബ്സൈറ്റ്, മെയിലൊക്കെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഫർദർ അപ്ഡേറ്റ്സിനായിട്ട് കേട്ടോ. പിന്നെ വേറെ ഇതിൽ പറഞ്ഞേക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അല്ലേ. ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോമാറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ആൻറ്റി ഡ്രഗ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. നിങ്ങൾ ഇതെടുത്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിലൊക്കെയാണ് ടേക്ക് കെയർ.